കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. ഭരണാധികാരി എന്ന നിലയിൽ വമ്പൻ പരാജയമാവുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ജനങ്ങൾക്ക് ഒരു വിലയും നൽകാൻ സർക്കാർ തയ്യാറല്ല എന്നതിന് ഇപ്പോൾ കാരണങ്ങളും ഏറെയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് കർണാടകയിലെ കോൺഗ്രസ് എന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ കർണാടകയിലെ കർഷകർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നൽകിയ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭരണം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയുടെ വമ്പൻ ഇടപെടൽ ഇവിടെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലാകുകയാണ്. ഇപ്പോൾ തന്നെ സിദ്ധരാമയ്യക്കെതിരെ ഒരേ സമയം വലിയ രീതിയിലുള്ള അഴിമതി വിമർശനങ്ങൾ ഏറുകയാണ്. നേരത്തെ ഗ്യാരണ്ടി നൽകാമെന്ന് പറഞ്ഞ സ്കീമുകളുടെ നടത്തിപ്പിന് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിൽ നിന്ന് കൈയിട്ടു വാരാനുള്ള സിദ്ധരാമയ്യയുടെ നീക്കത്തിൽ ഇടപെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. ഭാര്യയ്ക്ക് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി ആരോപണം നേരിടുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ. മാത്രമല്ല, കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉള്ളതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും അഴിമതിയുള്ള ഒരു മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. സിദ്ധരാമയ്യക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ രംഗത്ത് വരുന്നു. സിദ്ധരാമയ്യ സർക്കാർ ഇനി താഴേക്ക് ഇറങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് അത്ര വിദൂരവുമല്ല എന്ന് മനസ്സിലാവുകയാണ്. ഇപ്പോഴിതാ കർഷകരുടെ നിവേദനം മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെടുത്തതും വലിയ വിവാദമാവുകയാണ്. ജൂലൈ 10 ചാമരാജനഗർ സന്ദർശിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ സമയത്ത് കർഷകരും രോഗികളും അടങ്ങുന്ന വലിയ ഒരു ജനനിര മറ്റ് നിരവധി ആളുകളും ചേർന്ന് സിദ്ധരാമയ്യയ്ക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു. ഈ നിവേദനങ്ങളാണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഭരണാധികാരി പരാജയമാണെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കർ സ്റ്റേഡിയത്തിലെ മാലിന്യ കൂമ്പാരത്തിലാണ് കർഷകരുടെയും മറ്റ് രോഗബാധിതരായ ജനങ്ങളുടെയും നിവേദനങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മണിക്കൂറുകൾ കാത്തിരുന്നാണ് കർഷകർ നിവേദനങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നതെന്നും ജനങ്ങൾ തന്നെ പറയുന്നു. അതിനാൽ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയതിൽ ഇപ്പോൾ കർഷക സംഘടനകൾ വലിയ രീതിയിൽ രോഷം പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ സിദ്ധരാമയ്യ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കർഷകർ ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സിദ്ധരാമയ്യക്ക് നൽകിയ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയതോടുകൂടി കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ മാപ്പ് പറയണമെന്നാണ് കർഷകരും ജനങ്ങളും ആവശ്യപ്പെടുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭരണമടക്കാൻ ഇപ്പോൾ കളിക്കുന്ന നാടകങ്ങളാണ് ഇപ്പോൾ BJPയും ചർച്ചയാക്കുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക മുഖ്യമന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകൾ ഉള്ളതായി നേരത്തെ BJP പുറത്തുവിട്ടിരുന്നു. അഴിമതികൾ നടന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അടക്കം പുറത്തുവിട്ടായിരുന്നു BJP രംഗത്തെത്തിയത്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള 85,000 പേരാണ് പകരം ഭൂമിക്കായി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ഇവരെല്ലാം തഴഞ്ഞ് സിദ്ധരാമയ്യയുടെ കുടുംബത്തിനാണ് ഭൂമി നൽകിയത്. കേസിൽ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കർഷകർ നൽകിയ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സിദ്ധരാമയ്യക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അധികാരത്തിൽ നിന്ന് തന്നെ താഴേക്ക് ഇറങ്ങേണ്ട സമയം സിദ്ധരാമയ്യ സർക്കാരിന് ഉണ്ടായിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ്.